മരണാനന്തര ശരീര അവയവദാതാക്കളുടെയും പ്രവർത്തകരുടെയും സംസ്ഥാനതല സംഗമം ഞായറാഴ്ച നെല്ലായിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശരീരദാനവും അവയവദാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നെല്ലായി തച്ചുപറമ്പിൽ പൗലോസ് ഗവൺമെന്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സംഗമം കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്യും. കോവൂർ ട്രസ്റ്റ് ചെയർമാൻ ഇരിങ്ങൽ കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ശരീര അവയവദാന സമ്മതപത്രം നൽകിയവർക്കുള്ള ഡോണർ കാർഡുകൾ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ കെ ഉഷ വിതരണം ചെയ്യും. ശരീര അവയവദാനത്തിനായി പുതിയ സമ്മതപത്രം കേരള ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനികുമാർ സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ C ചന്ദ്രബാബു, TK ശക്തിധരൻ, AR സതീഷ്, KS സുധാകരൻ, രാജൻ നെല്ലായി, K സുധാകരൻ എന്നിവർ പങ്കെടുത്തു. മാളികപ്പുറം മേൽശാന്തിയായിരുന്ന രാമൻ നമ്പൂതിരിപ്പാട് കഴിഞ്ഞ ഫെബ്രുവരി 15 മരണമടയുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് നൽകുകയും ചെയ്തു. ശരിക്കും ഇതൊരു നന്നായി വരേണ്ട, അപ്പം ഈ യുക്തിവാദികളും അല്ലെങ്കിൽ മാത്രമല്ല ഈ രംഗത്ത് ഈ മരണാനന്തരം തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെന്ന് കരുതുന്ന ഒട്ടേറെ മനുഷ്യസ്നേഹികൾ. അതിലിപ്പോൾ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നും പ്രശ്നമല്ല. ഈ മനുഷ്യൻ ഒന്നാവണമെന്നുള്ള ചിന്ത നമുക്ക് വരുന്ന കാര്യത്തിൽ ഏറ്റവും ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് ആൽവിൻ സ്റ്റെറി എന്ന കുട്ടിയുടെ അപകട മരണത്തിന് ശേഷം ആ കുട്ടിയുടെ ആ വൈറ്റൽ ഓർഗൻസ് മറ്റ് പല മതത്തിലും ജാതിയിലും പെട്ട ഏത് മതത്തിലും പെട്ട കുട്ടികൾക്കാണ് അവരുടെയൊക്കെ ജീവിതത്തിന് തുടക്കം കിട്ടുകയാണ്. ഇപ്പം മരണാനന്തരം തന്നെ നമുക്ക് ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണ്ണുകൾ. നമ്മുടെ കോർണിയ 2 പേർക്ക് കാഴ്ച കൊടുക്കാൻ കഴിയും. അപ്പോൾ എത്രയോ പേര് ഈ കോർണിയ കിട്ടാത്തത് കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുന്ന സഹജീവികൾക്ക് ഇത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർക്ക് വെളിച്ചം നൽകാൻ. അപ്പോൾ ഈ സന്ദേശം കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നതിനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ 15-ാം തീയതി നെല്ലായിൽ വെച്ച് ഈ പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ പരിപാടി വിശദീകരിക്കുന്നതിന് കേരള യുവ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശക്തിയായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 16 വർഷമായിട്ട് നെല്ലായി കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന് കാരണം നെല്ലായിലെ തച്ചുപറമ്പ് പൗലോസ് എന്നുള്ള ഒരു വ്യക്തി ഒരു എൻഡോമെന്റ് എട്ടിക്കോ ട്രസ്റ്റിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് അവയവദാനവും ശരീരദാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എൻഡോമെന്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻഡോമെന്റിന്റെ കൂടെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ 16 വർഷമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക പരിപാടികളും നെല്ലായി തന്നെയാണ് നടന്നുള്ളത്. പിന്നെ ചില ടൈമിൽ നമ്മൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ശ്രീനാരായണപുരത്ത് നാട്ടിൽ അങ്ങനെ ജില്ലയിലെ പല ഭാഗങ്ങളും നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് കോവിഡ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 200-ൽ പരം മൃതശരീരങ്ങൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരെ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യാൻ കാരണം നമ്മൾ ഇതിന്റെ ഈ നിരന്തര പ്രവർത്തനങ്ങൾ അടിസ്ഥാനമായിട്ട് ജനങ്ങളുടെ ഒരു നല്ല അവബോധം വന്നതിന്റെ പേരിലാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസ് നമ്മളെ ബോഡി കൊണ്ടുപോവുകയും അതുപോലെ കണ്ണ് ദാനം ചെയ്യുന്നതിനും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ആയാലും നേത്രദാനം ചെയ്യുന്നതിന് ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16 വർഷമായിട്ട് നടക്കുന്ന പരിപാടിയുടെ ഏറ്റവും ആദ്യത്തെ ഉദ്ഘാടനം അറിയാം കിഡ്നി ദാനം ചെയ്ത ഫാദർ ഡേവിസ് ചെറുമലച്ചനായിരുന്നു. അതിനുശേഷം തുടർന്ന് ഇങ്ങനെ എല്ലാ വ്യത്യസ്ത പ്രമുഖ വ്യക്തികളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അടാട്ടാണ്. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പരയാണ്. ലൂസി കളപ്പരയിൽ പങ്കെടുക്കാനുള്ള കാരണം നമുക്കറിയാം, ഒരു പട്ടം ഉപേക്ഷിച്ച ഒരു കന്യാസ്ത്രീയാണ്. മാത്രമല്ല അവര് എൻ്റെ മരണശേഷം എൻ്റെ മൃതശരീരം പള്ളിയിലെ തെമ്മാടിക്കുഴിക്കുള്ളതല്ല, കുട്ടികൾക്ക് പഠിക്കാനും എൻ്റെ അവയവങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും വേണ്ടി പരസ്യമായിട്ട് പ്രഖ്യാപിച്ച നിലപാടെടുത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് സിസ്റ്റർ ലൂസി കളപ്പൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യ അതിഥിയായിട്ട് സിസ്റ്റർ ലൂസി കളപ്പൻ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ലാമക പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോവിഡ് ട്രസ്റ്റിന്റെ സെക്രട്ടറിയുടെ അനുവദിച്ചിരുന്ന സുകുമാരാണ്. അതുപോലെ ഇതിൽ ശരീരവും അവയവം ദാനം ചെയ്ത വ്യക്തികളുണ്ട്. അവരുടെ കുടുംബങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമ്പിളി വേണുവാണ്.
അതുപോലെ അനുസ്മരണം, ഈ മരണപ്പെട്ട് ബോഡി ദാനം ചെയ്ത വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കോവിഡ് ട്രസ്റ്റിയും കേരള ഐക്യ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ടി.കെ. ശക്തിധരനാണ്. ഇതിനു മുമ്പ് ഈ സമ്മതപത്രം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ള നിരവധി വ്യക്തികൾക്കുണ്ട്. അവർക്ക് ഡോണർ കാർഡുകൾ വിതരണം ചെയ്യുന്നത് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ കെ ഉഷിയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് കുറെ പേര് സമ്മതപത്രം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ സമ്മതപത്രം സ്വീകരിക്കുന്നത് കേരള ബാർ കൗൺസിലിന്റെ മുൻ അധ്യക്ഷനും കേരള ഐക്യ സംഘത്തിന്റെ മുൻ അധ്യക്ഷനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ്. അതിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പ്രമുഖർ സംസാരിക്കുന്നുണ്ട്. ഒന്ന് സി ചന്ദ്രബാബു സാറാണ്. നിപ്മറിന്റെ നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് നിപ്മറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ചന്ദ്രബാബു സാറ്. അതുപോലെ പറപ്പുകര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജീവ്, മാളയിലുള്ള ഈ കെ തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ അതിന്റെ സെക്രട്ടറി പി.കെ. കിട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കെ രാജേഷ്, നമ്മുടെ മൂന്നോളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ അധ്യക്ഷനായിട്ടുള്ള രാജൻ നെല്ലായി, അതുപോലെ വാർഡ് മെമ്പർമാരായിട്ടുള്ള കെ രാജൻ, അജിത രമേശൻ, കെ.എസ്. ജോൺസൺ, കെ സുധാകരൻ എന്നിവരാണ് അതിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത്. കേരള ഐക്യ ജില്ലാ സെക്രട്ടറി ആർ സതീഷ് അത് നന്ദി പ്രസംഗം നടത്തും. അതിൻ്റെ സ്വാഗതസംഘം നമുക്ക് ഭാരവാഹികളുണ്ട്. അതിലെ ചെയർമാൻ കെ വേലായുധനാണ് അതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുന്നത്. ഇതിൻ്റെ മുഖ്യ സംഘാടകൻ നമുക്ക് എം എ അരവിന്ദാഷനാണ്. ഇവിടെ സന്നിധനാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ കൺവീനർ. ഇതാണ് ഇതിൻ്റെ ഏകദേശ പരിപാടികൾ അറിയിച്ചിട്ടുണ്ട്. വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.